അഅമിൻതും മൻ ഫിസ് സമായി അൻ യഖ്സിഫ ബിക്കുമുൽ അർള ഫഇദാ ഹിയ തമൂർ. ആകാശത്തിലുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അപ്പോൾ ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് അള്ളാഹു നേരിട്ട് മനുഷ്യനോട് ചോദിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ആകാശത്തിലിരിക്കുന്നവൻ അല്ലാഹു അസ്സ വജൽ ആകാശത്തെയും ഭൂമിയെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നവനാണ്. ഭൂമി വിഴുങ്ങുക എന്നാൽ ഭൂകമ്പം, പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ മനുഷ്യശക്തിക്ക് അനിയന്ത്രിതമായ ഒരു സംഭവത്തിലൂടെ മനുഷ്യന് തൻ്റെ സുരക്ഷ നഷ്ടപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുൻ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അവൻ ഭൂമിയെ നിനക്കായി എളുപ്പമാക്കി തന്നു എന്നാണ്. അതിലൂടെ നീ നടക്കുകയും അതിൽ നിന്ന് ആഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നായിരുന്നു. അത് മനുഷ്യൻ്റെ സൗകര്യത്തെയും ആശ്വാസത്തെയും കാണിക്കുന്നു. പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് നീ ആകാശത്തിരിക്കുന്നവനിൽ നിന്ന് സുരക്ഷിതനാണെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഈ ഒരൊറ്റ ചോദ്യം ആശ്വാസത്തിൽ നിന്ന് നമ്മെ ഉണർത്തലിലേക്ക് മാറ്റുന്നു. ഭൂമി നമുക്ക് വഴങ്ങി തരുന്നുണ്ടെങ്കിലും അത് എപ്പോഴും അവൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ഉറപ്പും ഒരു നിമിഷം തകർന്നു പോകാമെന്ന മുന്നറിയിപ്പാണ്. അള്ളാഹു ആഗ്രഹിച്ചാൽ നമ്മുടെ നിലനിൽപ്പ് ഒരു നിമിഷം കൊണ്ട് തന്നെ മറിച്ചിടാൻ അവന് കഴിയും എന്ന മുന്നറിയിപ്പ്. ഈ വാക്യം ഒരു ഭീഷണിയല്ല, മറിച്ച് ഒരു ഉണർത്തലാണ്. ആത്മപരിശോധനയിലേക്കുള്ള ഒരു ഉണർത്തൽ. ഇതിനു മുൻപും ശക്തിയിലും സമ്പത്തിലും അഹങ്കരിച്ചിരുന്ന അനേകം രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കും ഭൂമി ഉറച്ചതായിരുന്നു, ആകാശം സുരക്ഷിതമായിരുന്നു. പക്ഷെ അവർ മറന്നുകളഞ്ഞു. ആകാശത്തിലിരിക്കുന്നവനെയാണ് അവർ മറന്നു കളഞ്ഞത്. അവൻ അവരോട് ക്ഷമിച്ചു, മുന്നറിയിപ്പ് നൽകി. പക്ഷേ അവർ അഹങ്കാരത്തിൽ മുങ്ങിപ്പോയി. അവസാനം ഭൂമി തന്നെ അവരെ വിഴുങ്ങിക്കളഞ്ഞു. അവരെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും വിനയം ഉണരേണ്ടതാണ്. നാം തല കുനിക്കണം അവൻ്റെ മുമ്പിൽ മാത്രം.